ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഇന്നാസ് കിച്ചൻ. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എണ്ണയും നെയ്യും ഒന്നും ചേർക്കാതെ വഴറ്റി ഒന്നും ചെയ്യാതെ നല്ലൊരു സിമ്പിളായിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും 10 മടങ്ങ് ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ റെസിപ്പിയിലോട്ട് വരാം. അപ്പം നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾക്ക് എടുക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള തക്കാളി, വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് ഈ വെജിറ്റബിൾ ഇട്ട് കൊടുക്കുക. മല്ലിയിലും പുതിനയിലും ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ചിക്കനും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കനുള്ള മെഷർമെൻറ്റാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അളവ് ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തൈരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടിയും വെജിറ്റബിൾ കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറു തീയിൽ വേവിച്ചെടുക്കുക. ഏകദേശം വെള്ളമൊക്കെ വറ്റി ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ച അരിയാണിത്. അത് വാർത്ത് വെച്ച അരിയാണ്. അത് നമുക്ക് ബിരിയാണിയുടെ മേലിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടി ഇങ്ങനെ വിതറി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നെയ്യോ ഒരു തുള്ളി വെളിച്ചെണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. ഒന്നും ചേർക്കാതെ ചിക്കൻ്റെ മാത്രം ഇത് ഉപയോഗിച്ചാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.